ഹേ ഗായ്സ്, ഡിപ്രഷനുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് ബ്രെയിൻ ഫോഗ്. ഇതെന്താണ് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ഡിപ്രഷനുള്ള ഒരു വ്യക്തി ഭയങ്കരമായിട്ട് എക്സ്ഹോസ്റ്റഡ് ആയിരിക്കും. അവരുടെ സ്ലീപ്പ് നോർമലായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ നേരം ഉറങ്ങാം, അല്ലെങ്കിൽ സ്ലീപ്പ് ഒട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ ഒരു സ്ട്രെസ് ഇങ്ങനെ കുന്നുകൂടി ആ സ്ട്രെസ്സായിരിക്കും അവർ ഫുൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് ബ്രെയിൻ ഫോഗ്. അതായത് എന്താ ഒന്നും അങ്ങോട്ട് ഓർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കരമായിട്ട് എക്സ്ഹോസ്റ്റഡ് ആവും, ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോവും, അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് അവർക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല, ഡേറ്റ്സ് മാറിപ്പോവും, അല്ലെങ്കിൽ ഒരു കാര്യം എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ഭയങ്കരമായിട്ട് എനർജി വേണ്ട വരും. അല്ലെങ്കിൽ ഒരു കാര്യം വായിക്കുകയാണെങ്കിൽ പിന്നെയും അത് വായിച്ചുകൊണ്ടിരിക്കും, ആൻഡ് റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ അല്ലെങ്കിൽ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് എക്സ്ഹോസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ അവർ സ്വയം പ്രഷറൈസ് ചെയ്യും, എങ്ങനെയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരിക്കലും നമ്മളെ തന്നെ പ്രഷറൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്യരുത്. അതങ്ങനെ സ്ലോലി അങ്ങ് ലെറ്റ് ഇറ്റ് ബി. പതുക്കെ അത് കാമായി പതുക്കെ അത് ശരിയാവും. ആൻഡ് ഡിപ്രഷൻ ഈസ് നോട്ട് ഈസി അല്ല ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഡേ സർവൈവ് ചെയ്യാൻ തന്നെ അവരെടുക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ കൂടെയുള്ള ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്, സ്ട്രെസ് എല്ലാവർക്ക് ഭയങ്കരമായിട്ട് ഒരു നോർമൽ പേഴ്സണേക്കാളും എക്സ്ട്രാ ഫീൽ ചെയ്യും. സോ അത് ടൈമിലൂടെ ഹീൽ ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.